ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്ന പോലെ വളരെയധികം സന്തോഷത്തോടു കൂടിയല്ല ഇന്നത്തെ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മുഖത്ത് സന്തോഷം കാണും, പക്ഷേ ഉള്ളിൽ നല്ല സങ്കടമുണ്ട്. കാരണം നമ്മൾ ആഗ്രഹിച്ച് വാങ്ങിയ നമ്മുടെ അലോയ് വീൽ നമ്മളങ്ങനെ കൊടുക്കാൻ പോവാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റീൽസ് ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വീൽ വരുന്നതിന്. അപ്പോൾ ഒരുപാട് പേരത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു MVD പിടിച്ചോ, ഫൈൻ കിട്ടിയോ എന്നൊക്കെ. അപ്പോൾ MVD ഇതുവരെ പിടിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ പിടി വീഴാതിരിക്കാനും അതേപോലെ 5000 രൂപയാണ് ഫൈൻ വരുന്നത്. അപ്പോൾ 5000 രൂപ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു നിസ്സാരമായ തുകയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അലോയ്സ് മാറ്റുവാണ്. അപ്പോൾ അലോയ്സ് മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അലോയ് ഇട്ട് നമ്മുടെ സ്റ്റോക്ക് വീൽ നടക്കാൻ പോകല്ല. നമ്മൾ ഒന്നെങ്കിൽ 13 5J അതായത് 13 ഇഞ്ചിൻ്റെ 5J അലോയ്സ് ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ കയറ്റും, അല്ലെങ്കിൽ നമ്മൾ 12 ഇഞ്ച് കയറ്റും, 12 ഇഞ്ച് 5J കയറ്റും. അപ്പോൾ ഈ അലോയ്സ് എടുക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ നിങ്ങളൊന്ന് കാണിക്കാൻ ഓർത്തു. കാരണം നമ്മുടെ സെന്നിൽ ഈ ഒരു അലോയ്സ് ഇട്ട് നിങ്ങളെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. നമ്മൾ അലോയ്സ് ഇട്ട സമയത്ത് എടുത്ത വീഡിയോ ആണ്. കറക്റ്റ് പക്കാ ബോഡി ലെവലിൽ കിടന്ന അലോയ്സ് ആണ്. പക്ഷേ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു അപ്പോളോ ടയറിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലൊരു ബൾജിങ് ഉണ്ട്. അപ്പോൾ ആ ഒരു ബൾജിങ് ഫ്രണ്ട് വീലിനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് സ്വല്പം പുറത്തേക്കാണ് നിന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിടിക്കാൻ ഒരുപാട് വണ്ടികൾ എൻ്റെ പരിചയത്തിൽ പിടിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളായിട്ടൊരു ഇനിയൊരു പ്രശ്നം അങ്ങനെ ഉണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ ആ അലോയ്സ് അങ്ങനെ ഊരി മാറ്റി. അപ്പോൾ ഞാനിപ്പോൾ കോട്ടയത്തുള്ളൊരു ഷോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ പോയി ഈ അലോയ്സ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ 12 ഇഞ്ച് അലോയ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ പോയിട്ട് വന്നിട്ട് ഞാൻ വിശദമായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തതയോടെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ അലോയ്സ് എടുക്കാൻ പോകും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വളരെയധികം സങ്കടത്തിലായിരുന്നു. നിങ്ങൾ കണ്ടു കാണും, ഞാൻ ശരിക്കും അത്രയ്ക്ക് സങ്കടപ്പെട്ട് നിന്നൊരു സാഹചര്യത്തിലാണ് എടുത്തൊരു ഇൻട്രൊഡക്ഷൻ ആണ് കണ്ടത്. നമ്മളങ്ങനെ കോട്ടയത്ത് പോയി, നമ്മുടെ കോട്ടയത്തുള്ള പാറപ്പള്ളി എന്ന് പറഞ്ഞ ടയർ ഷോപ്പിൽ ചെന്നാണ് നമ്മൾ നമ്മുടെ പുതിയ അലോയ്, അതായത് നമ്മുടെ വണ്ടിയിലേക്ക് ആ 13 ഇഞ്ച് അലോയ്സ് നമ്മളവിടെ കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്ത് നമ്മൾ പുതിയ അലോയ്സ് എടുത്തിരിക്കുകയാണ്. ശരിക്കും എന്താ പറയുക, വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മൾ ആ ഒരു 13 ഇഞ്ച് അലോയ്സ് നമ്മളവിടെ കൊടുത്ത് നമുക്ക് അതിന് പകരം 12 ഇഞ്ച് അലോയ്സിൽ പുത്തൻ ടയർ അവിടെ നമുക്ക് എക്സ്ചേഞ്ച് തന്നു. ഒരു നഷ്ടവും കാര്യങ്ങളും ഒന്നും സംഭവിച്ചില്ല. അതൊക്കെ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ വണ്ടിയുടെ അലോയ്സ് കാണണ്ടേ? അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള 12 ഇഞ്ചിൻ്റെ തന്നെ നമ്മൾ അലോയ്സ് നമ്മുടെ വണ്ടിയിലേക്ക് അങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അലോയ് എനിക്ക് ശരിക്കും ഒരു സാമ്യം തോന്നുന്നു പറഞ്ഞാൽ നമ്മുടെ സ്റ്റീലും കാർബണൊക്കെ ഇല്ലേ, നമ്മുടെ സെന്നിൻ്റെ തന്നെ സ്റ്റീലും കാർബണിലൊക്കെ വരുന്ന ആ ഒരു അലോയ്സിൻ്റെ അത് പക്ഷേ 13 ഇഞ്ചാണ്, ഇത് 12 ഇഞ്ചാണ്. ആ ഒരു സ്റ്റൈലാണ് വന്നിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ അതിലിട്ടിരിക്കുന്ന ടയർ എന്ന് പറയുന്നത് 155 65 R12 ആണ് ടയർ നമ്മൾ ഇട്ടിരിക്കുന്നത്. 12 ഇഞ്ച് അലോയ് എന്ന് പറയുന്നത് 12 ഇഞ്ചിൽ നമ്മൾ 4.5J ആണ് എടുത്തിരിക്കുന്നത്. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വണ്ടി അതായത് മാരുതി സെന്നിൽ 13 ഇഞ്ച് അലോയ്സ് ആണ് നിങ്ങൾ ഇടാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ 5.5J അലോയ്സ് നിങ്ങളുടെ വണ്ടിയിൽ ഇടരുത്. കാരണം ഇടാൻ പറ്റും, ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ പുറത്തേക്ക് നമ്മുടെ ഫ്രണ്ട് വീല് പൊടിക്ക് പുറത്തേക്ക് തള്ളി നിൽക്കും. പക്ഷെ അങ്ങനെ തള്ളി നിന്നാൽ പ്രശ്നമാണ്. നമ്മുടെ MVD ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തെ വിശ്വസിച്ച് നമുക്ക് വണ്ടി എവിടെയും കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും. അപ്പോൾ നമുക്ക് 13 ഇഞ്ച് ഇടുന്നതുകൊണ്ട് യാതൊരു വിധത്തിലെ കുഴപ്പം വണ്ടിക്കോ കാര്യങ്ങൾക്കോ ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ നമ്മുടെ വീല് ഒരു 1/2 ഇഞ്ച് പുറത്ത് കിടക്കും. പക്ഷേ നമുക്കത് എവിടെയും ധൈര്യത്തിൽ നമുക്ക് വിശ്വസിച്ച് നമ്മുടെ വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇപ്പോൾ എൻ്റെ വണ്ടിയാണെങ്കിൽ ഈ വണ്ടി ഞാൻ ഫാമിലി യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. എനിക്ക് വേറെ വണ്ടി കാര്യങ്ങളൊന്നുമില്ല. വീട്ടിൽ നമുക്ക് ഇത് വീട്ടിൽ കയറ്റിയിട്ട് അത് ഉപയോഗിച്ച് നടക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു വണ്ടി ഇല്ല എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വണ്ടിയാണ് ഞാൻ എവിടെയും വീട്ടുകാരുടെ കൂടെ പോകാനാണെങ്കിലും എൻ്റെ ആവശ്യങ്ങൾക്കാണെങ്കിലും എവിടെ പോയാലും ഞാൻ ഈ വണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യത്തെ എവിടെയും കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം പിടിച്ചു കഴിഞ്ഞാൽ 5000 രൂപയാണ് ഫൈൻ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഒറ്റ ഇതിൻ്റെ പുറത്താണ് നമ്മൾ അലോയ്സ് മാറാമെന്ന് തീരുമാനിച്ചത്. കാരണം നമ്മുടെ വണ്ടി അതിനകത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാൻസസ് ഉണ്ട് നമുക്ക് ഫൈൻ കിട്ടാനും കാര്യങ്ങൾ. അപ്പോൾ ഫൈൻ കിട്ടുന്നതിന് മുന്നേ തന്നെ നമ്മൾ അങ്ങനെ അലോയ്സ് അങ്ങനെ മാറി നമ്മൾ 12 ഇഞ്ചിലേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരിക്കലും ഞാൻ 13 ഇഞ്ച് അലോയ്സ് ഇടരുത്, 14 ഇഞ്ച് അലോയ്സ് ഇടരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ നിങ്ങൾ 13 ഇഞ്ച് ഇടുന്ന സമയത്ത് ഇതേപോലെ ഫാമിലി യൂസോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ ലോങ് പോകുന്ന ആൾക്കാരാണെങ്കിൽ, സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നതെന്ന് പറയുന്നത് 13 ഇഞ്ച് തന്നെ ഇടാം. 13 ഇഞ്ച് 5J 13 ഇഞ്ചിൽ 5J അലോയ്സ് ആയിരിക്കും ഞങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത്. ഒരു കാരണവശാലും 5.5J ഞാൻ അലോയ് നമ്മൾ പ്രിഫർ ചെയ്യത്തില്ല. പക്ഷേ 5.5J നമുക്ക് ബാക്കിൽ, അതായത് നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ അകത്താണ്, പക്കാ ബോഡി ലെവലാണ്, 1 ഇഞ്ച് പോലും പുറത്തോട്ട് നിൽക്കത്തില്ല. പക്ഷേ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരാൻ നേരം നമ്മുടെ ഈ ഫെൻഡർ എന്ന് പറയുന്നത് കുറച്ചിങ്ങനെ ഒരു ഒതുക്കമാണ് വണ്ടിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫെൻഡർ ഇങ്ങനെ താഴെ വന്നിങ്ങനെ അകത്തോട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ പുറത്തേക്ക് ടയർ ഒരു പൊടിക്ക് നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ അത് ഓവറായിട്ട് തള്ളിയിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു 1/2 ഇഞ്ചിൻ്റെ അത്രയും നമുക്ക് പുറത്തേക്ക് നിൽപ്പുള്ളായിരുന്നു. പക്ഷേ അത് എനിക്ക് വിശ്വസിച്ച് നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഞാനതങ്ങ് ഊരി മാറ്റി നമ്മൾ 12 ഇഞ്ച് ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നേ, അടുത്ത് ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊന്ന് നോക്കിക്കേ, നമ്മുടെ വണ്ടിയുടെ ആ ഒരു ടയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു സൈഡിൽ നിന്ന് ഇതിങ്ങനെയാണ്
നമ്മുടെ ടയർ പുറത്തേക്ക് കിടക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, അതൊന്ന് കാണിച്ചു കൊടുത്തേ. അതായത് മേളിൽ നിന്നുള്ളൊരു വ്യൂ നിങ്ങൾ നോക്കിയേ, നമ്മുടെ കറക്റ്റ് നമ്മുടെ ബോഡിയുടെ പക്കാ ലെവൽ രീതിയിലാണ് കിടക്കുന്നത്. പിന്നെ ഈ വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് ഞാൻ വ്യക്തതയോടെ പറഞ്ഞുതരാം. അതായത് അപ്പോളോയുടെ ടയറാണ് നിങ്ങളുടെ വണ്ടിയിൽ ഇടുന്നതെങ്കിൽ അപ്പോളോ ടയറിനൊരു പ്രത്യേകത ഉണ്ട്, ചെറിയൊരു കെർവിങ് വരുന്നുണ്ട്. അതായത് ഇവിടെ ആയിട്ട് ഈ ഒരു രീതി ഉണ്ട്, അത് ഇവിടെ ആയിട്ട് ഒരു ചെറിയൊരു ചാട്ടം ഇങ്ങനെ വരുന്നുണ്ട് അപ്പോളോ ടയർ. അപ്പോൾ എനിക്ക് ഈ ഒരു വീല് എനിക്ക് അവിടെ ഞാൻ നമ്മുടെ കോട്ടയത്തുള്ള പറപ്പള്ളി എന്ന് പറയുന്ന ടയർ ഷോപ്പിൽ നിന്നാണ് ഞാൻ അവിടെ അലോയ്സ് നമ്മൾ ഇട്ടിരുന്നത്, 13 ഇഞ്ച് ഇട്ടിരുന്നത്. അപ്പോൾ ഞാൻ OLX-ലിട്ട് ഈ വീഡിയോ കാണുന്നതിൽ പലരും എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ 36,000 രൂപയ്ക്ക് മേടിച്ച അലോയ്സിന് എനിക്ക് 20,000 രൂപ 22,000 രൂപയൊക്കെയാണ് ടയർ ഉൾപ്പെടെ ആൾക്കാർ പറഞ്ഞ വില. അപ്പോൾ ശരിക്കും ഞാൻ ശരിക്കും സങ്കടപ്പെട്ടു, കാരണം അത്രയും വില പുത്തൻ അലോയ്. എനിക്ക് വാറണ്ടി, അത് അലോയ്ക്ക് 1 വർഷം വാറണ്ടിയും ടയറിന് 2 വർഷം വാറണ്ടി റിമൈനിങ് ആയിരുന്നു. ആ അത്രയും നല്ല പുത്തൻ സാധനത്തിന് 22,000 രൂപയും 25,000 രൂപയൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്ന വില. അപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ചെടുത്ത സാധനത്തിന് അത്രയും വില കിട്ടുന്നുള്ളൂ എന്ന് ഓർത്തപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ പറപ്പള്ളി വിളിച്ചപ്പോൾ അവർ പുള്ളിക്കാരൻ പറഞ്ഞു കൊണ്ടുപോവാ, ഞാൻ എടുത്ത് എക്സ്ചേഞ്ച് ചെയ്ത് എനിക്ക് വേറെ അലോയ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയൊരു പൈസ നമ്മുടെ കയ്യിൽ നിന്നായി, കാരണം അലോയ് 2 മാസം നമ്മൾ ഉപയോഗിച്ചാണ്, 1000 കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ളൂ. പുള്ളിക്കാരൻ കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരൻ കണ്ടപ്പെട്ടു, കാരണം നമ്മൾ അത്രയ്ക്ക് നല്ല നീറ്റായിട്ടായിരുന്നു അലോയ്സ് കൊണ്ടു നടന്നിരുന്നത്. ഒരു തരി അഴുക്കോ കാര്യങ്ങളോ ഇല്ലാതെ ടയറൊക്കെ നല്ല നീറ്റായിട്ട് പുത്തന പോലെ ആയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ എനിക്ക് അതിൻ്റെ അകത്തുനിന്നൊരു എത്ര എമൗണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു ചെറിയ എമൗണ്ട് കുറച്ചിട്ടാണ് തന്നത്. എൻ്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയ എമൗണ്ട് കൂടെ ആയി, കൂടാതെ നമ്മൾ അലോയ് വീലിൽ നട്ടും കാര്യങ്ങളും കൂടെ നമ്മൾ വാങ്ങിയിട്ടു. അങ്ങനെ ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടി ഇപ്പം ഞാൻ നിൽക്കുവാണ്, കാരണം നമ്മുടെ വണ്ടി ഇപ്പം നിയമപരമായിട്ടുള്ള രീതിയിൽ നമുക്കിപ്പോൾ റോഡിൽ കൂടെ നല്ല രീതിയിൽ ഓടിച്ചുകൊണ്ട് പോകാം, പോലീസിൻ്റെ MVD ഒന്നും പേടിക്കാതെ തന്നെ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെയധികം സന്തോഷമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കോട്ടയത്തുള്ള പറപ്പള്ളി ടയർസ്, ഇനി അത് പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, ഞാൻ വ്യക്തമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം, ഇത് പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഒരു സർവീസും കാര്യങ്ങളും എനിക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം 22,000 രൂപയൊക്കെ പറഞ്ഞ അലോയ്ക്ക് അവർ, അതായത് എനിക്കും അവർക്കും നഷ്ടമില്ലാത്തൊരു തുക അവർ തന്നതിന് ശേഷം അലോയ്സ് അവർ തിരിച്ചെടുത്തു. അങ്ങനെ നമുക്ക് പുത്തൻ അലോയ്സും ടയറും കാര്യങ്ങളൊക്കെ അവർ തന്നു. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അലോയ്സോ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിലും, കൂടാതെ എക്സ്ചേഞ്ചും കാര്യങ്ങളോട് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ വണ്ടിയിലും ഇതേപോലെ അലോയ്സ് ഇടാൻ പറ്റുന്നതാണ്. ശരിക്കും 12 ഇഞ്ച് ഇട്ടപ്പോൾ ഞാൻ ഓർത്ത് വണ്ണ് വൃത്തികേടായി പോകുന്നു, കാരണം ഒത്തും ചേരത്തില്ലെന്നൊക്കെ വെച്ചു. പക്ഷേ നല്ല ഭംഗി കൊണ്ടിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കൂടാതെ തന്നെ നമ്മുടെ വണ്ടി ഇപ്പോൾ എവിടെ കൊണ്ടുപോയാലും അലോയ്സ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു അട്രാക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ട് നിങ്ങൾക്ക്, അതായത് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്താ പറയുക, കേരളത്തിലെന്ന് പറയുന്നില്ല, നമുക്കൊരു യൂണീക്നെസ് ആയിട്ടുള്ളൊരു കളർ കിട്ടണം. റാപ്പിംഗ് കാര്യങ്ങളല്ല, പെയിൻറ്റ് തന്നെ നമുക്ക് യൂണീക്നെസ് ആയിട്ടുള്ളൊരു കളർ കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു യൂണീക്ക് ആയിട്ടൊരു കളർ നമ്മുടെ വണ്ടിക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കളർ പ്രിഫർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, നമുക്ക് ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും നല്ല രീതിയിൽ തന്നെ. കൂടാതെ തന്നെ ആലപ്പുഴയിൽ ഏതെങ്കിലും നല്ല പെയിൻറ്റ് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ, ആലപ്പുഴ എന്നല്ല നമുക്ക് എറണാകുളം വരെയും, നമുക്ക് അങ്ങോട്ട് കൊല്ലം വരെയും, അപ്പോൾ ആ ഒരു സൈഡിലുള്ളവർ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വണ്ടി ഒന്ന് പെയിൻറ്റ് ചെയ്യണം നല്ല രീതിയിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോ മുന്നോട്ടും നല്ല നല്ല അടിപൊളി വീഡിയോസ് നമ്മുടെ ആറ്റത്തിൻ്റെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ആയിരിക്കണം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ ഇരുന്നായിരിക്കും. അതുവരേക്കും ഗോവിന്ദ് ആൻഡ് ആറ്റം സൈനിങ് ഔട്ട്.